ഇവിടെ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ശ്രീ ജയചന്ദ്രൻ. ഒന്ന്, ഇന്നത്തെ ഒരു ദിവസം തന്ത്രിയും പോറ്റിയും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് തന്ത്രിയുടെ ജാമ്യ ഹർജിയിൽ അന്വേഷണ സംഘം വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ കോടതിയിൽ കൊടുത്ത ദിവസമാണ്. രണ്ടാമത്തെ കാര്യം, പോറ്റിയും കോൺഗ്രസ് നേതാക്കളും തമ്മിലുള്ള പതിറ്റാണ്ടുകളുടെ ബന്ധം, 2004 മുതലുള്ള ബന്ധം വലിയ പ്രശ്നമായി സമൂഹത്തിൽ നിൽക്കുകയായിരുന്നു. അത് ഇപ്പോൾ കുറേ കൂടി ആളുകൾക്ക് ഉറപ്പിച്ച് ബോധ്യപ്പെടുന്ന ഒരു നില വന്നോ? പരികർമ്മിയായി എത്തിയ പോറ്റി 2004-ൽ, പിന്നീട് ഏതാണ്ട് 2006-ൽ സർക്കാർ മാറുന്ന സമയത്ത് ഇയാൾ തിരിച്ച് ബാംഗ്ലൂരേക്ക് പോകുന്നു. 2006-ലെ സർക്കാർ 2011-ൽ മാറി UDF വരുമ്പോൾ വീണ്ടും വരുന്നു. ആ കാലയളവിൽ പ്രയാറിൻ്റെ കാലത്ത് അങ്ങനെ മടങ്ങി വന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സ്പോൺസർ എന്ന പദവിയിലെത്തിക്കുന്നു. അവിടെ നിന്ന് കൊടിമരം, നേരത്തെ ശ്രീ അനിൽകുമാർ പറഞ്ഞ പോലെ ഒരു വലിയ അസൈൻമെൻറ്റായി ആ സ്പോൺസറുടെ കീഴിൽ നടന്നതിൻ്റെ വലിയ ക്രമക്കേടുകൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്നു. തുടർന്ന് അതിങ്ങനെ മുന്നോട്ട് പോയി പിടിക്കപ്പെടുന്ന നിലയുണ്ടായി. അപ്പോൾ പോറ്റിയും കോൺഗ്രസും തമ്മിലുള്ള നിലനിന്ന സംശയങ്ങൾ ബലപ്പെടുന്നു, ആളുകൾക്ക് ബോധ്യപ്പെടുന്നു. ആ ബന്ധം വെളിപ്പെട്ട സാഹചര്യത്തിലാണോ ഇന്ന് കേരളം നിൽക്കുന്നത്? ബോധ്യപ്പെട്ട സാഹചര്യത്തിലാണോ? ഇതിൽ ഈ താങ്കൾ ആദ്യം ചൂണ്ടിക്കാണിച്ച നിയമസഭയിലെ ചോദ്യോത്തരങ്ങളുണ്ടല്ലോ, ഞാനത് എത്രയോ നാളായി, ഈ കഴിഞ്ഞ 6 മാസക്കാലത്തിനിടയ്ക്ക് ഞാനൊരു 10 പ്രാവശ്യത്തിൽ കൂടുതൽ കൈരളിയിലടക്കം പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അല്ല, രേഖ കണ്ട് പ്രേക്ഷകർക്ക് ഒരു കാര്യം ശ്രീ ജയചന്ദ്രൻ, എന്താണെന്ന് വെച്ചാൽ ഈ ചർച്ചകളിൽ വർത്തമാനത്തിനോടൊപ്പം തന്നെ അനുബന്ധമായ രേഖകളും വീഡിയോയും ഒക്കെ വരുന്നത് കുറെ കൂടി ആളുകൾക്ക് കാര്യങ്ങൾ മനസ്സിലാകാൻ ഉപകാരപ്പെടും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ആ ഡോക്യുമെൻ്റ് കൂടി കാട്ടിയത്. പറഞ്ഞോളൂ. സോറി. അല്ല, അതിനകത്ത് എന്തെങ്കിലും കുഴപ്പമോ അപാകതയല്ല ഞാൻ പറഞ്ഞത്. ഞാൻ അന്ന് ഒരു 10 പ്രാവശ്യമായി കൈരളിയിൽ ഉൾപ്പെടെ ഞാൻ പറയുന്നത്, എനിക്ക് ഓർമ്മയുണ്ട്, ദേവസ്വം ബോർഡിൻ്റെ രൂപീകരണത്തിന് ശേഷം കേരളം ഉണ്ടാകുന്നതിന് മുമ്പേ ദേവസ്വം ബോർഡ് രൂപീകരിച്ചല്ലോ. അപ്പോൾ അതുമുതൽ ഇന്നേ വരെ ഒരു ദേവസ്വം മന്ത്രിക്കും ഒരു ദേവസ്വം ബോർഡ് മീറ്റിങ്ങിലും ഒപ്പിടാൻ ഇതുവരെ ഭാഗ്യം ഉണ്ടായിട്ടില്ല. കാരണം അതിനുള്ള അധികാരം ഒരു ദേവസ്വം വകുപ്പ് മന്ത്രിക്ക് ഇല്ലാത്തതുകൊണ്ടാണ് ഒപ്പിടാൻ പറ്റാത്തത്. അതുതന്നെയാണ് ഈ നിയമസഭയിൽ കൊടുത്ത മറുപടിയിലും കാണുന്നത്. അതൊരു പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, എനിക്ക് ഈ ചർച്ചയിൽ കൈരളിയിലൂടെ എനിക്ക് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, സ്ഥലത്തെ ഇന്നലെ ഹൈക്കോടതിയിൽ ഈ കേസിൻ്റെ പ്രധാനപ്പെട്ട ചുമതലക്കാരനായ ഹൈക്കോടതി ഏൽപ്പിച്ചിരിക്കുന്നത് ADGP വെങ്കടേഷിനെയാണല്ലോ. അദ്ദേഹവും SP ശശിധരനും ഇന്നലെ ഹൈക്കോടതിയിൽ ഹാജരായി വിശദമായി ഞങ്ങൾ തമ്മിൽ ആശയവിനിമയം നടന്നു എന്ന് തന്നെ ഹൈക്കോടതി പറയുന്നുണ്ട്. ഞാൻ അത് സംബന്ധിച്ച് പിന്നെ എൻ്റെ അന്വേഷണത്തിൽ മനസ്സിലാക്കിയ ഒരു കാര്യം, ഇതേതാണ്ട് ആ അന്വേഷണം അതിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ. അതുകൊണ്ടാണ് ഇന്നലെ 262 പേരെ ഇതുവരെ സാക്ഷിമൊഴികൾ ഹാജരാക്കിയെന്ന് പറയുന്നുണ്ട്. അതിന് മുൻപ് 201-ഉം അതിനു മുമ്പുള്ള ഇടക്കാല ഉത്തരവിൽ 182-ഉമാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇന്നലെ 262 പേരാണ് ഇന്നലത്തെ സാക്ഷിമൊഴികളായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇനി അധികം താമസിക്കാതെ അവർക്ക് ആ ചാർജ് ഷീറ്റ് സമർപ്പിക്കാൻ കഴിയുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് ഒരു വശത്ത്. അപ്പോഴാണ് പിന്നെ ഹൈക്കോടതി അതവിടെ വെച്ചുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമായി ഈ 2017-ലെ കൊടിമരത്തിൻ്റെ പ്രശ്നം, വാജിവാഹനത്തിൻ്റെ പ്രശ്നം അടക്കമുള്ള കാര്യങ്ങൾ എടുത്തുകൊണ്ട് ഏറ്റവും നിർണായകമായി ചൂണ്ടിക്കാണിക്കുന്നത് വലിയ ഒരു പിന്നെ വെട്ടിപ്പ് നടന്നിരിക്കുന്നു എന്ന് തന്നെയാണ് അവർ അതിൻ്റെ അകത്ത് പറയുന്നത്. അതിൻ്റെ കാര്യകാരണങ്ങൾ ഉൾപ്പെടെ പറഞ്ഞിട്ട് പിന്നെ ഇവർ ചോദിക്കുന്നുണ്ടല്ലോ, പിന്നെ ഉദ്യോഗസ്ഥന്മാർ തന്നെ പറയുന്നതായിട്ടാണ് ഇതിൻ്റെ അകത്ത് ഈ നമ്മുടെ ഈ വന്നിട്ടുള്ള ഉത്തരവിൽ. It is further stated that in order to ascertain whether any misappropriation has occurred, it is necessary to contact and record statements of the 27 individuals who are stated to have donated gold to the flag mast work. ഇത്രയും പറഞ്ഞ് അത്രയും സമർപ്പിക്കുന്നുണ്ട് അതിൻ്റെ അകത്ത്. എന്നിട്ടാണ് പിന്നീട് വിജിലൻസ് ഇത് 30 ദിവസം അന്വേഷിച്ച് റിപ്പോർട്ട് തരാനായിട്ട് ആവശ്യപ്പെടുന്നതും അതിൻ്റെ ഒരു പിന്നെ ലെറ്റ് ദിസ് മാറ്റർ ബി ലിസ്റ്റഡ് ഓൺ 19/2/2026 ഓൺ വിച്ച് ഡേ ശ്രീ S. ശശിധരൻ IPS ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ഷാൽ അപ്പിയർ ഇൻ പേഴ്സൺ എന്ന് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത്യാവശ്യ അടിസ്ഥാന രേഖകളുമായി അന്ന് ഹാജരാവുകയും വേണം ഈ 19-ാം തീയതി. എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ കേസ് പിടിച്ചു ഹൈക്കോടതി. ഇതിൻ്റെ അകത്ത് നിർണായകമായ രണ്ടാമത്തെ കേസ് പിടിച്ചു എന്നല്ലാതെ മറ്റൊന്നും ഞാനിതിൻ്റെ അകത്തുനിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. അത് തന്നെയാണ് പിടിച്ചത്. ഇനി ഇതിൻ്റെ അകത്ത് വരാൻ എന്തൊക്കെ, അത് മാത്രം പിന്നെ ഞാനിവിടെ പറയുന്നുള്ളൂ. ഞാൻ നേരത്തെ തന്നെ കൈരളി തന്നെ ആദ്യം പറഞ്ഞത്,
ഇനി വരാനുള്ളത് ഈ കൊടിമരത്തിൻ്റെ കൂടെ വരാനുള്ള വേറൊരു സുപ്രധാന പ്രശ്നം 3 താഴികക്കുടങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട് ശരത്തെ അവിടുന്ന്. ശ്രീകോവിലിൻ്റെ മുകളിലുള്ള 3 താഴികക്കുടങ്ങൾ. ഞാൻ ആദ്യം അത് പറഞ്ഞത് കൈരളി ചർച്ചയിൽ തന്നെയാണ്. അത് ഇപ്പോൾ SITയുടെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ആ 3 താഴികക്കുടങ്ങളും കൊണ്ടുപോയിട്ട് ഇതുപോലെ തന്നെ തിരിച്ച് പണിതൊരുക്കി തിരിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ വിവിധ വശങ്ങളിലേക്ക് ഇനി കടക്കാൻ പോണു. അപ്പോൾ പുതിയ വിഷയങ്ങൾ പിന്നെ ഈ ഇടക്കാല ഉത്തരവിലൂടെ ഹൈക്കോടതി അതിൻ്റെ തിരി മാത്രമേ നീട്ടിത്തരുന്നുള്ളൂ നമ്മുടെ മുമ്പിലേക്ക്. അതിൻ്റെ വെളിച്ചം പൂർണ്ണമായിട്ട് വരണമെങ്കിൽ ഇനി സമയമെടുക്കും. പക്ഷേ നിശ്ചയമായും അതുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്നുള്ളതാണ് ഇന്നലത്തെ ഇടക്കാല ഉത്തരവ് സൂചിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമായി ഞാൻ മനസ്സിലാക്കിയത്. ഇനി താങ്കളുടെ ചോദ്യത്തിലേക്ക് സ്ട്രെയിറ്റ് വന്നാൽ ഈ തന്ത്രിയുടെ കാര്യം, കണ്ഠരര് രാജീവര്, ഈ കണ്ഠരര് രാജീവര് ഞാൻ അതും നേരത്തെ കൈരളിയിലാണ് പറഞ്ഞത് കേട്ടോ. പിന്നെ കഴിഞ്ഞ ആഴ്ച ശരത്തിൻ്റെ തന്നെ ചർച്ചയിലാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്, ഓർക്കുന്നത്. ഈ പറയുന്ന നെടുമ്പറമ്പിൽ എന്ന് പറയുന്ന ആ ബ്ലേഡ് കമ്പനി അല്ലാതെ കോട്ടയത്തൊരു ബ്ലേഡ് കമ്പനിയിൽ 5,58,00,000 രൂപ ഇദ്ദേഹത്തിന് നിക്ഷേപമുള്ളതായിട്ട് വിവരം വന്നിട്ടുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. ഇന്ന് പക്ഷേ വന്നിട്ടുള്ളത് 2,05,00,000 രൂപ തന്ത്രിയുടെ പേരിലും 65 ലക്ഷം രൂപ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേരിലും എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇനി ബാക്കി വരാൻ കിടക്കുന്നു. പക്ഷേ ഞാൻ ഈ അന്ന് പറഞ്ഞ 5,58,00,000 അല്ല. ഇപ്പോൾ ഞാൻ ഇന്ന് കേട്ടത്, എൻ്റെ ഒരു പ്രാഥമിക അന്വേഷണത്തിൽ കിട്ടിയ വിവരമാണ്. ഈ തന്ത്രിയുടെ പേരിൽ 10 കോടി, ഭാര്യയുടെ പേരിൽ 5 കോടി എന്നൊക്കെ വരെ പറഞ്ഞ് കേൾക്കുന്നുണ്ട്. അപ്പോൾ അതെന്തുമായിക്കോട്ടെ, അതിൽ പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഈ പിന്നെ ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് പിന്നെ പണം നഷ്ടപ്പെട്ടവർക്ക് ഹൈക്കോടതിയിൽ പരാതി സമർപ്പിക്കാമെന്നും അങ്ങനെ പരാതി നൽകുന്നവർക്ക് അവർ അവിടെ അടച്ചതായി രേഖപ്പെടുത്തിയിട്ടുള്ള തുകയുടെ 4% തിരിച്ചു കിട്ടാൻ അർഹതയുണ്ടായിരിക്കുന്നതാണെന്ന് പറഞ്ഞ് ഹൈക്കോടതിയുടെ വിധി വരുന്നത് കഴിഞ്ഞ 1 വർഷം മുമ്പാണ്. ഇതുവരെ എന്തുകൊണ്ട് ഇവർ പിന്നെ കൊടുത്തിട്ടില്ല അപേക്ഷ എന്നുള്ള അടുത്ത ചോദ്യമായിട്ട് ചോദിച്ചു കഴിഞ്ഞു SIT. ഒറ്റ ഉത്തരവേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ. IT റിട്ടേൺസ് അടയ്ക്കേണ്ടി വരും. അപ്പോൾ ITയുടെ റഡാറിലേക്ക് അത് വരും. അത് എന്നുള്ളത് അങ്ങനെ റഡാറിലേക്ക് വരുമെന്നുള്ളതുകൊണ്ട് അത് മറച്ചു പിടിച്ചു ബോധപൂർവം. ഇനി മറ്റൊരു കാര്യം, പ്രിയപ്പെട്ട ശ്രീ സേനാപതി വേണു, ഈ പിന്നെ ബോർഡിൻ്റെ കാര്യം പറഞ്ഞല്ലോ. ബോർഡിൻ്റെ കാര്യം പറയുമ്പോൾ പിന്നെ 2005 രാമൻ നായരുടെ ബോർഡ് ഉണ്ടാകുന്നത്. അപ്പോൾ അതിനൊരു വർഷം മുമ്പ് തന്നെ ഈ ഉണ്ണിപ്പോറ്റി അവിടെ വരുന്നുണ്ട് 2004. അത് മറ്റൊരു കഥയാണ്. ഞാനതും കാര്യം തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്, വേറൊരു ഘട്ടത്തിൽ പറഞ്ഞോളാം വിശദമായി. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇയാൾ അഴിമതിയാണ്. ഞാനത് പറഞ്ഞിട്ടുണ്ടല്ലോ ശരത ഒരു ചർച്ചയിൽ. നേരിട്ട് ആ മനുഷ്യനോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ പണി നിർത്തണം, ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ വാക്കും ഇതാണ്, എഴുതി തുലക്കേണ്ടി വരും. പക്ഷേ ചെയ്തില്ല. അങ്ങനെ അതിന് തയ്യാറായല്ലോ, നിങ്ങളിങ്ങനെ പണി നോക്കി പോകാൻ എന്നോട് പറഞ്ഞത്. തുടർച്ചയായിട്ട് എഴുതുകയും ചെയ്തത്. അത് പിന്നീട് സംഭവിച്ചത് എന്താണെന്നറിയാമോ? VS ഗവൺമെൻറ് വന്നപ്പോഴേക്ക് അതുവരെ 3 വർഷം വെച്ചാണ് ഭരിച്ചുകൊണ്ടിരുന്നത്. VS ഗവൺമെൻറ് വന്നപ്പോൾ അത് 2 ആക്കി കുറച്ചു. അങ്ങനെ രാമൻ നായരുടെ ഭരണം തീർന്നു. അത് കഴിഞ്ഞ് CK ഗുപ്തൻ വന്നു. അത് കഴിഞ്ഞ് അഡ്വക്കേറ്റ് രാജഗോപാൽ വരുന്നു. രാജഗോപാൽ വന്നതിന് ശേഷം തൊട്ട് പിന്നാലെയാണ് അഡ്വക്കേറ്റ് MP ഗോവിന്ദൻ നായർ വരുന്നത്. ഗോവിന്ദൻ നായർ വന്നപ്പോൾ ഉമ്മൻചാണ്ടിയാണ് ഭരണത്തിൽ ചെയ്തത്. ഈ 2 വർഷം എന്നുള്ളത് വീണ്ടും അത് 3 വർഷമാക്കി മാറ്റി കൊടുക്കുകയാണ്. അങ്ങനെയാണ് ഗോവിന്ദൻ നായർ കഴിഞ്ഞ ഉടനെ 15 ഇദ്ദേഹം വരുന്നത്, പ്രയാർ വരുന്നത്. പ്രയാർ ഗോപാലകൃഷ്ണൻ വന്നപ്പോൾ 3 കൊല്ലമാണ്. അപ്പോൾ അവിടെ ഒരു രാഘവൻ്റെ കാര്യം പറഞ്ഞല്ലോ. ഞാനതിന് വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ലെങ്കിലും ഒരു ചെറിയ വെട്ടം അത്രേ ഉള്ളൂ. ഈ അവിടെ പ്രശ്നങ്ങളുണ്ടെന്നും അതിൻ്റെ അകത്ത് ചില അഴിമതികൾ വളരെ വളരെ ശക്തമായി നടക്കുന്നുണ്ട് എന്നുള്ള പിന്നെ അഭിപ്രായം രാഘവനുണ്ടാവുകയും അദ്ദേഹം അത് തൻ്റെ സംഘടനാ നേതൃത്വത്തെ അറിയിക്കുകയും അതുവഴിയുള്ള ഇടപെടൽ ഉണ്ടാവുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് നമ്മൾ പിന്നീട് കാണുന്നത് മുൻപ് ഉണ്ടായിരുന്നത് പോലെ തന്നെ പിണറായി സർക്കാരിൻ്റെ കാലത്ത് ദേവസ്വം ബോർഡിൻ്റെ കാലാവധി 2 വർഷമാക്കി കുറയ്ക്കുന്നു. അങ്ങനെ 2017 നവംബറിൽ പ്രയാർ ഗോപാലകൃഷ്ണൻ്റെ ബോർഡ് വീഴുന്നു. അതിൻ്റെ ഇടയ്ക്ക് നടന്ന കാര്യങ്ങളൊക്കെ ഇനിയുള്ള അന്വേഷണത്തിൽ വരാൻ പോകുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത് ചെറിയ കളിയൊന്നും അല്ല അവിടെ കളിച്ചിട്ടുള്ളത്. ഒരു ദേവസ്വം ബോർഡ് നമ്മളെ കുറിച്ച് സൂചിപ്പിച്ചല്ലോ, പേരുമൊക്കെ പറഞ്ഞ്. ഞാൻ ആ പേര് ഇവിടെ പറയുന്നില്ലെന്നുള്ളേ ഉള്ളൂ. അല്ല, അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, തെളിവ് സഹിതമുള്ള കാര്യങ്ങളുണ്ട്. അത് പറയാൻ സമയമായിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നത്. കോൺഗ്രസ്സുകാരനായ പഴയ ബോർഡ് മെമ്പർ.